IPL കടത്തിവെട്ടും PSL എന്നായിരുന്നു ചില പാക് താരങ്ങളുടെ വീരവാദം. അതെ, IPL കടത്തിവെട്ടി. പക്ഷേ അത് ക്രിക്കറ്റിലോ ലീഗിൻ്റെ നിലവാരത്തിലോ സാമ്പത്തിക നേട്ടങ്ങളിലോ അല്ല, തമ്മിലടിയിലാണെന്ന് മാത്രം. 3 തവണ PSL കിരീട ജേതാക്കളായ മുൾട്ടാൻ സുൽത്താൻസും PCBയും അങ്കത്തട്ടിൽ ഇറങ്ങി നിന്ന് പരസ്പരം കരിവാരി തേച്ച് നാണം കെട്ടിരിക്കുകയാണ്. PSL മാനേജ്മെന്റിനെതിരെ വിമർശനങ്ങളുമായി മുൾട്ടാൻ സുൽത്താൻസ് ഉടമ അലി ഖാൻ താരിൻ രംഗത്ത് വന്നതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത്തരം പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് അലി ഖാൻ താരിന് PCB ലീഗൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഫ്രാഞ്ചൈസി കരാർ അവസാനിപ്പിക്കുമെന്നും പാകിസ്ഥാനിൽ ക്രിക്കറ്റ് ടീമുകളുടെ ഉടമസ്ഥാവകാശം നേടുന്നതിൽ നിന്ന് താരിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുമെന്നും PCB മുന്നറിയിപ്പ് നൽകി. എന്നാൽ പുല്ലുവിലയാണ് താരിൻ PCBക്ക് നൽകുന്നത്. PCBയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, PCBയുടെ ലീഗൽ നോട്ടീസ് പരസ്യമായി വലിച്ചു കീറിക്കൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. ഇത്തരം വിഷയങ്ങൾ നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് പരിഹരിക്കേണ്ടതെന്നും നിയമപരമായ നോട്ടീസുകളിലൂടെയല്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും അലി ഖാൻ താരിൻ PCBയെ വിമർശിച്ചു. വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ശേഷമാണ് ലീഗൽ നോട്ടീസ് വലിച്ചു കീറി വീഡിയോ അവസാനിപ്പിച്ചത്. സദുദ്ദേശപരമായ വിമർശനങ്ങളോട് PCB അമിത പ്രതികരണം നടത്തുകയാണെന്നും സത്യസന്ധമായ അഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്നത് ഒരു ക്രിക്കറ്റ് ലീഗിന്റെ രീതിയല്ലെന്നും മുൾട്ടാൻ സുൽത്താൻസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈ പ്രശ്നം പെട്ടെന്ന് ഉണ്ടായതല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി PSLന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് താരിൻ തുറന്നു സംസാരിക്കുന്നുണ്ട്. PCBയുടെ പ്രവർത്തനങ്ങളിലെ സുതാര്യതയില്ലായ്മ, ഫ്രാഞ്ചൈസി ഉടമകളോടുള്ള ആശയവിനിമയത്തിന്റെ കുറവ്, മുമ്പ് വാഗ്ദാനം ചെയ്ത തരത്തിൽ 2 പുതിയ ടീമുകളെ ലീഗിൽ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് അലി ഖാൻ താരിൻ ഉന്നയിച്ചത്. PSL നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഇവിടെ പ്രധാന വിഷയമാണ്. PSLൽ ഏറ്റവും ഉയർന്ന ഫ്രാഞ്ചൈസി തുകയായ 1.25 ബില്യൺ വാർഷിക ഫീ നൽകുന്ന ടീമാണ് മുൾട്ടാൻ സുൽത്താൻസ്. ഇത്രയധികം നിക്ഷേപം നടത്തിയിട്ടും തുടർച്ചയായി നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഫ്രാഞ്ചൈസികളുടെ ഉടമസ്ഥാവകാശം ഡിസംബറിൽ അവസാനിക്കുകയുമാണ്. നിലവിലെ ഉടമകൾക്ക് തങ്ങളുടെ ടീമിനെ നിലനിർത്താൻ വീണ്ടും ലേലത്തിൽ പങ്കെടുക്കേണ്ടതായി വരും. PCBയുടെ ഭീഷണി അനുസരിച്ച് കരിമ്പട്ടികയിൽപ്പെട്ടാൽ മുൾട്ടാൻ സുൽത്താൻസ് ഉടമയ്ക്ക് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയോട് ഇതുവരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടില്ല. ബോർഡ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. PSLന്റെ 11ാം സീസണ് മുന്നോടിയായി മുൾട്ടാൻ സുൽത്താൻസ് ഫ്രാഞ്ചൈസിക്ക് പുതിയ ഉടമയെ തേടാനുള്ള നടപടികൾ PCB ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം പാകിസ്ഥാൻ സൂപ്പർ ലീഗിനെ കൂടുതൽ നാണം കെടുത്തുന്നതാണ് എന്ന് തന്നെ പറയേണ്ടതായി വരും. മറ്റു ഫ്രാഞ്ചൈസി ഉടമകൾ ഇപ്പോഴത്തെ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ പ്രശ്നം PSLനെ ലോക ക്രിക്കറ്റ് ആരാധകർക്ക് മുന്നിൽ പരിഹാസ്യ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ IPL സീസൺ സമയത്ത് PSL തള്ളുകൾ നാം കുറെ കേട്ടിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് കാരണം PSLും IPLും ഒരുമിച്ച് വന്നതോടെയാണ് ഈ വീരവാദങ്ങൾ വർദ്ധിച്ചത്. എന്നാൽ ഇതിനിടയിൽ PSL കാണുന്ന ഗ്രൗണ്ടിൽ ഇരുന്ന് IPL മൊബൈലിൽ കാണുന്ന വ്യക്തികളുടെ ദൃശ്യങ്ങളും PSL മത്സരങ്ങൾക്കിടയിൽ ഉത്തരക്കടലാസ് പരിശോധിക്കുന്ന ടീച്ചറുടെ വീഡിയോയും വൈറലായി മാറി. ഇപ്പോഴിതാ PCBയുടെ ലീഗൽ നോട്ടീസിനെ വലിച്ചു കീറി PSLലെ ഒരു പ്രധാന ടീമിന്റെ ഉടമ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. PCBക്ക് സ്വന്തം നാട്ടിൽ പുല്ലുവിലയാണ് ലഭിക്കുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.